ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മോൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവന് നല്ലപോലെ മുടിയുണ്ട് ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഇനിയിപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയി, ഈ മാസം ലാസ്റ്റോടെ ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാണ്. ആ സമയമാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും നമുക്കത് മാറ്റണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു പുതിയ ഷോപ്പിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പോകുന്ന അവിടെയല്ല, വേറൊരു ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുടി വെട്ടാൻ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും വേണം. ഏട്ടൻ അവൻ്റെ തലയൊക്കെ പിടിച്ച് അങ്ങനെ കൊടുക്കണം, അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ ഫോണിൽ കാർട്ടൂണും വെച്ച് അവൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അങ്ങനെ രണ്ടുപേര് കൂടിയാണ് വെട്ടാറുള്ളത്. ഇന്നിപ്പോൾ തനിയെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പരിചയമില്ലാത്ത ആളായതുകൊണ്ടാണോ എന്നറിയില്ല, ആൾ മിണ്ടാതെയൊക്കെ ഇരുന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഞങ്ങൾ സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടാനായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ മോഡലിലൊക്കെ കെട്ടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ വെട്ടിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ. പിന്നെ ഏട്ടനും കൂടെ ഹെയർ കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു, ഏട്ടൻ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ മോളെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ നെൽപ്പാടങ്ങളാണ്, ഞങ്ങൾ നെൽപ്പാടത്തിൻ്റെ നടുക്കുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കണോണ്ടാണ് ഇങ്ങനെ. മഴ സമയമാകുമ്പോൾ കാണാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് കതിരൊക്കെ വിളഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ പാലക്കാടൻ ഗ്രാമഭംഗി ശരിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ അതേ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അനിയത്തിയും അമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ പണിയും കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയെ നിൽക്കുന്നുണ്ട്. മോളെ കാണാനില്ല. മോളിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകും. അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അമ്മയുള്ളതുകൊണ്ട് ഭയങ്കര പുന്നാരമാണ്. അതുകൊണ്ട് കളിക്കാൻ പോയിരിക്കുകയാണ്, ആൾ കാണാനേ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇതേ ഫ്രണ്ടിലിരുന്ന് ചായ കുടിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ചായ കുടിക്കുന്ന സ്പോട്ടാണ് കേട്ടോ. എപ്പോഴും ഫ്രണ്ടിലിരുന്നാണ് ചായ കുടിക്കുക. ഞാൻ വന്നാൽ മാത്രം. അപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലാണ്ടായപ്പോൾ അനിയൻ വാങ്ങാൻ പോവാണ് കേട്ടോ. ഏട്ടനും കൂടെ അവൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വണ്ടി ചാവി എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്. അപ്പോൾ അതിൽ ഇതേ അരിമണിയിൽ എൻ്റെ പേര് എഴുതിയത് കണ്ടിട്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും ആഗ്രഹിക്കാറില്ല, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മതി നമുക്കൊക്കെ അല്ലേ. അപ്പോൾ എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ മൊത്തത്തിൽ മാറും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇത് ഞങ്ങളുടെ വീടിൻ്റെ പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ടൗൺ ഏരിയ ആണ്, അത് ഗ്രാമമാണ്. എനിക്ക് പേഴ്സണലി ഗ്രാമത്തിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങൾ അവിടെ ചെറുപ്പം മുതലേ ഞങ്ങൾ അവിടെയാണ് വളർന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഈ വണ്ടിൻ്റെ സൗണ്ടൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ റോഡ് പണിയും കൂടെ ആയപ്പോൾ ഭയങ്കര തലവേദന എടുക്കാൻ തുടങ്ങി.